നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ ഗൗതം ഈ പ്രധാനമായും ആക്രമണം നടന്നിപ്പോൾ നമ്മൾ ഈ നിരവധി കേന്ദ്രങ്ങൾ നമ്മൾ ലക്ഷ്യം വെച്ചുവെങ്കിലും ഇതിൽ എടുത്തു പറയേണ്ട രണ്ട് കേന്ദ്രങ്ങൾ, ഒന്ന് മുരുട്കയും ഒന്ന് ബഹവൽപൂറുമാണ്. ഈ മുരുട്ക എന്ന് പറയുന്നത് 200 കിലോമീറ്റർ 200 ഏക്കർ നീളത്തിൽ കിടക്കുന്ന ഈ സൈന്യത്തിൻ്റെ ഈ ഭീകരരുടെ ഒരു ഫാക്ടറി എന്നാണ് അറിയപ്പെടുന്നത് പോലും. അപ്പോൾ അങ്ങനെയുള്ള ഈ ഭീകരരുടെ ഫാക്ടറി ഇന്ത്യ തകർത്തു. ഈ മറ്റിടങ്ങളിൽ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ, ഹിസ്ബുൾ മുജാഹിദിൻ്റെ, ലഷ്കർ തൈബയുടെ 3 പേരുടെയും ഭീകരതയ്ക്ക് വിളനിലമാകുന്ന സ്ഥലങ്ങളാണ് പൂർണ്ണമായും ഇന്ത്യ തകർത്തിരിക്കുന്നത്. അത് ഒരു വശത്ത് നിൽക്കുന്നു. മറ്റൊരു വശത്ത് ഇപ്പോൾ ഗൗതം പറഞ്ഞ പോലെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ വരുന്നു. പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയല്ല വിദേശകാര്യമന്ത്രിയുടേത്. ഈ രണ്ടിനും ചേരാത്ത പ്രസ്താവന നടത്തുകയാണ് ഷഹബാസ് ഷെരീഫ് നടത്തുന്നു. പാക് സൈനിക മേധാവിയാണെങ്കിൽ അയാൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് ആ രാജ്യം നീങ്ങുന്നുണ്ട്. ഇത് മറ്റൊരു ഘട്ടം. ഇനി മൂന്നാം ഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ബലൂച്ച് ലിബറേഷൻ ആർമി പാക് സേനയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണമാണ്. ഇന്നലെ തന്നെ ഒരു പ്രകോപനവുമില്ലാതെ അവരുടെ 10-12 സൈനികർ ഈ സൈനിക വാഹന വ്യൂഹത്തിനു നേരെ ബോംബാക്രമണം ഉണ്ടായി. അവർ അവിടെ മരണപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോഴും ഈ രാജ്യം ഇന്ത്യക്ക് നേരെ പ്രകോപനങ്ങൾ തീർക്കുന്നു എന്നുള്ളതാണ്. ആ പ്രകോപനത്തിന് പിന്നിലുള്ള ആളുകൾ ആര് എന്നത് സംബന്ധിച്ചാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഈ പാക് കരസേനാ മേധാവിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടേക്കാണ് വഴിതെളിക്കുന്നത്. അതായത് ഒരു വശത്ത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തിരിച്ചടി നൽകിയതിന് പിന്നാലെ ആദ്യം നടത്തിയ പ്രതികരണത്തിൽ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് ഞങ്ങളൊരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ്, ഇത് രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന പ്രസ്താവന വരുന്നു. അതിന് പിന്നാലെയാണ് തിരിച്ചടി നൽകുമെന്നുള്ള പ്രസ്താവന പ്രതിരോധ മന്ത്രി നടത്തുന്നത്. കരസേനാ മേധാവി അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളിലേക്ക് പോകുന്നത്. ഇതിൽ ഇന്ത്യ പ്രകോപിതരാകുന്ന സാഹചര്യം എവിടെയാണ് എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അത് പാക് സൈനികർ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ സിവിലിയന്മാരെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വെടിയുതിർക്കലിലേക്ക് പോവുകയാണ്. ഷിംല കരാർ റദ്ദാക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സീസ് ഫയർ വയലേഷനുകൾ നിരവധിയായി നടത്തപ്പെടുകയാണ്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കയ്യിൽ നിന്നും അത്തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഒരു അതിർത്തി സുരക്ഷാ സേനയിലെ ഒരു ജവാനെ പാക് റേഞ്ചേഴ്സ് പിടികൂടി കൈവശം വെക്കുന്നു. ഇവരെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ചർച്ചകൾക്കൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു രാജ്യം ആ രാജ്യത്തെ സിവിലിയന്മാർക്ക് നേരെ മറ്റൊരു രാജ്യത്തെ നിന്നും കടന്നു വന്ന ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ ഭീകരവാദ പ്രവർത്തനം നടത്തുകയും സുരക്ഷിതമായി അവരുടെ കേന്ദ്രങ്ങളിൽ ഒളിക്കുകയും ചെയ്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആ രാജ്യത്തെ പ്രത്യേകിച്ച് ടൂറിസത്തിന് വേണ്ടി സഞ്ചാരികളായി എത്തിയ, സ്ഥലം കാണാനെത്തിയ ആളുകളെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തുകയും അവരോട് നിങ്ങളുടെ പ്രധാനമന്ത്രിയോട് ഇക്കാര്യം പോയി പറയാൻ ഞങ്ങൾ നിങ്ങളെ ബാക്കി വെക്കുന്നു എന്ന് ഈ കൊല്ലപ്പെട്ടവരുടെ അമ്മമാരോട്, ഭാര്യമാരോട്, സഹോദരിമാരോടൊക്കെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ക്രൂരമായ തരത്തിൽ നടത്തിയ ഒരു ഭീകരാക്രമണത്തെ ഒരു രാജ്യം പ്രതിരോധിക്കുമ്പോൾ മറുവശത്ത് പാകിസ്ഥാൻ അതിൻ്റെ സൈന്യത്തെ ഉപയോഗിച്ചാണ് ഈ രാജ്യത്തിൻ്റെ സൈന്യത്തെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ തിരിച്ചടി ശക്തമാക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചത്. അപ്പോൾ ആരാണ് ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നടപടിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പാക് സൈന്യത്തെ തുറന്നുവിട്ടത് ആര്? ഈ ചോദ്യത്തിൻ്റെ മറുപടിയാണ് അസിം മുനീർ എന്ന പേരിലേക്ക് പാക് കരസേനാ മേധാവിയുടെ പേരിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് കരസേനാ മേധാവിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത്. ഇയാളെ പട്ടാള വിചാരണയ്ക്ക് വിധേയമാക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ പാക് സൈന്യത്തിന് ഈ രീതിയിൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ, ഇന്ത്യൻ സിവിലിയന്മാരെ ആക്രമിക്കാൻ, ഇന്ത്യയുടെ ജനവാസ മേഖലയിലേക്ക് വെടിയുതിർക്കാൻ അധികാരം നൽകിയത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം അസിം മുനീറാണ് എന്നുള്ള ഉത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് അസീം മുനീറിൻ്റെ പങ്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഗൗരവതരമാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. മറുവശത്ത് സേതു സൂചിപ്പിച്ച പോലെ തന്നെ BLA ഒരു വശത്ത് ആക്രമണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും അവർ ആക്രമണം നടത്തിയിരുന്നു. അതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലും അവർ പാക് സൈനിക വാഹനങ്ങൾക്ക് നേരെ, സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഭീകരമായൊരു ദൃശ്യമാണ് പുറത്തു വന്നത്. ഒരു പാക് സൈനിക വാഹനം അവർ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇന്നലെ രാത്രി കൊറ്റ മേഖല അവർ പിടിച്ചെടുത്തതായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നു. അപ്പോൾ ആഭ്യന്തരമായി സംഘർഷം നേരിടുകയാണ് പാകിസ്ഥാൻ. അതിനെ പ്രതിരോധിക്കാൻ അവിടെ സേനയെ വിന്യസിക്കേണ്ട സാഹചര്യം വരുന്നു. മറുവശത്ത് ഒരു കാരണവുമില്ലാതെ സിവിലിയന്മാർക്ക് നേരെ ഒരു സൈന്യം ആക്രമണം അഴിച്ചു വിടുമ്പോൾ അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇന്ത്യ തയ്യാറാകുമ്പോൾ ആ പ്രത്യാക്രമണത്തെ, ആ തിരിച്ചടിയെ നേരിടാൻ ഈ രാജ്യം സജ്ജമാകേണ്ട സാഹചര്യം ഉടലെടുക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. ഒപ്പം കരസേനാ മേധാവി ഇതിനൊക്കെ ഉത്തരവാദിയായി മാറുന്നു.
അങ്ങനെ ഈ പാകിസ്ഥാൻ്റെ ആഭ്യന്തര സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം അത് വളരെ കലുഷിതമായൊരു സാഹചര്യത്തിലേക്ക് മാറുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ സർവ്വസന്നാഹങ്ങളെയും ഉപയോഗിക്കാൻ പാകിസ്ഥാൻ തയ്യാറായാൽ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക്, ഇന്ത്യയുടെ തിരിച്ചടിയെ പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പിൻവാങ്ങുകയാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ക്വറ്റ മേഖലയിൽ നിന്നും പാകിസ്ഥാൻ സൈന്യം പിൻവാങ്ങിയത്. ഇന്ന് രാവിലെ 4:30 മുതൽ 5:30 വരെ വലിയ തരത്തിലുള്ള ഡ്രോണാക്രമണ ശ്രമങ്ങൾ നടത്തിയിരുന്നു പാകിസ്ഥാൻ. ജബൽപൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അത്തരം സാധ്യതകൾ ഉണ്ടായിരുന്നു. ജയ്സൽമീറിൽ അത്തരത്തിലുള്ള സൈനിക മുന്നേറ്റങ്ങൾ, പാകിസ്ഥാൻ ഡ്രോണാക്രമണങ്ങൾ നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. നമ്മൾ കണ്ടു പൂഞ്ചിലും അതോടൊപ്പം തന്നെ രജൌരിയിലും രാവിലെ മുതൽ ഷെല്ലാക്രമണമുണ്ടായി. ഉറിയിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ ഒരു വനിത കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഇവിടെ അതിർത്തി അശാന്തമായി തുടരുമ്പോൾ, ആഭ്യന്തര സംഘർഷം ശക്തമായി നിലനിൽക്കുമ്പോൾ ഇനി എന്തെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പാകിസ്ഥാൻ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ സാഹചര്യത്തെയാണ് ഇന്ത്യ എങ്ങനെ വിനിയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അന്തിമമായ തീരുമാനത്തിലേക്ക് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ധാരണയോടുകൂടിയായിരിക്കും വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുകയും സ്ഥിതിഗതികൾ വിശദീകരിക്കുകയും ചെയ്യുക.